ഇതെന്താ സാധനം എന്ന് വിടിയിട്ടേ കാശ് നിങ്ങൾക്ക്? MDMA ഇതവിടെ കിടക്കുന്നത് നോക്കാണ്. കോട്ട് കോംപ്ലക്സ് മുട്ടം തൊടുപുഴ. ഇത് ഇനി കോടതിനോടുള്ള ബഹുമാനം കൊണ്ട് ആരെങ്കിലും കോടതിന്റെ പുറത്ത് ഉപേക്ഷിച്ചിട്ട് പോയതാണോ ഇങ്ങോട്ട് കയ്യിൽ നിന്ന് വീണതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ദിവസം കേസിന് വേണ്ടിയിട്ട് കോടതിയിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണത്. ഞാൻ ആദ്യം ഇങ്ങനെ നോക്കിയത് അതന്നെ അല്ലേ, എവിടെയോ കണ്ടുപരിചയോ. പൊന്നാര മക്കളെ, ഈ പണ്ടാരൊന്നും ഉപയോഗിക്കാൻ നിൽക്കില്ല. നമുക്ക് പട്ടിൻ്റെ അല്ല പട്ടിക്കാട്ടത്തിന്റെ വില പോലും ഇല്ലാണ്ടാക്കി തരും നമ്മളെ ജീവിതം. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണമെന്ന് കൂട്ടിക്കളി മക്കളെ, ഇതൊന്നും ഉപയോഗിക്കല്ലേ. ഈ സാധനം ഇതാണ് നമ്മളെ കോടതിന്റെ അവസ്ഥ. ഞാൻ ഇങ്ങനെ ആലോചിക്കുക. എനിക്ക് സംശയം തോന്നിട്ട് എനിക്ക് എടുത്ത് നോക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുമ്പോഴേ കാര്യം ചിലപ്പോൾ മറ്റേ പോലീസുകാരന്മാരും അല്ല എലിനെ പിടിക്കാൻ വെച്ചമാര് അല്ല കെണി വെച്ചിട്ടെങ്കിലും നമ്മൾ പോയി എടുത്തു നോക്കുമ്പോഴേ കാര്യം വലിച്ചാടി വന്ന് പിടിക്കില്ലേ. ആ മോനെ കള്ളനെ പിടിച്ചേ വാ ജയിലിൽ പോവാന്ന് പറയും ചിലപ്പോ. അതുകൊണ്ട് ഒന്നിൻ്റെ അനുഭവം തന്നെ പണ്ടാരം പോയി കയറി ഇറങ്ങി മടുത്തിന് കോടതി. ഇനി വയ്യ. ഈ അനുഭവം ഞാൻ ഇച്ചിപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. ചെറിയൊരു 10 സെക്കൻഡ് 2 വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്ക് അത്രയും അതിനെ തൊടാനോ ഇല്ലെങ്കിൽ എന്താ പറയുക അതിനെ പോയി പരിശോധിക്കാനുള്ള മനസ്സാക്ഷി എനിക്കല്ല, മനക്കട്ടില്ലേന്നു. കാരണം ഞാൻ ചെയ്തു പോയിനെ തന്നെ റിഗ്രറ്റ് ചെയ്ത് ഞാൻ അങ്ങെത്തി ഞാൻ ആ കേസ് തീർക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണേ. ഇതാരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കണുണ്ടെന്നുണ്ടെങ്കിൽ പൊന്നാര മക്കൾ ഇതൊന്നും ഉപയോഗിക്കില്ല, നശിച്ചു പോകും. ഞാൻ പറയാം, നിങ്ങളുടെ യൗവനം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ എല്ലാം കുളം തോണ്ടി പണ്ടാരടങ്ങി പോകും. എനിക്കിത് ഉപയോഗിച്ച് സൂയിസൈഡ് ചെയ്തോലെ അറിയാം, ജീവിതം തകർന്നോലെ അറിയാം, ഉമ്മാനും പെങ്ങന്മാരെയും തിരിച്ചറിയാതായവരെ അറിയാം, ബുദ്ധി ഇല്ലാണ്ടായവരെ അറിയാം. പൊന്നാര മക്കളെ ഇതൊന്നും ഉപയോഗിക്കല്ലേ. നമ്മുടെ ശരീരം തിരിച്ചു വരാൻ, നമ്മുടെ മെമ്മറി തിരിച്ചു വരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ഒരുപാട് ഇടങ്ങാറാവും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്ന് കൂട്ടിക്കോയ മക്കളെ, ഇത് ഉപയോഗിക്കല്ലേ. നിങ്ങളിതില്ലാതെ നിങ്ങളെ ഫാൻറ്റസി ജീവിതത്തിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് നിങ്ങൾ റിയാലിറ്റിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്, റിയാലിറ്റിനൊന്ന് ഫീൽ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കുറച്ച് സാവധാനത്തോടാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ റിക്കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് ജീവിതത്തിന് തരുന്ന ഒരു സാധനം. അത് കുറച്ചൊന്നുമല്ല കേട്ടോ. ഈവൻ നമ്മൾ എത്രയോ ലെസ് ആയിട്ടുള്ള എഫേർട്ട് എടുത്താൽ മതി നമുക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് തോന്നിപ്പോ. നിങ്ങളടുത്ത് പറയണം തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ.